എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തത്. പൊതുവേ കണ്ണൂർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് ഇത്. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതിലേക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ചെമ്മീനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചട്ടിയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചെമ്മീനാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് പറയുന്നത് 1 കപ്പ്. ഇതിലേക്ക് 4-5 പച്ചമുളക്, 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ചെറുതായി മുറിച്ചത്, 1 കപ്പ് മാങ്ങ ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ് 1 കപ്പ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തക്കാളി. ഇത്രയും ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 കപ്പാണ് ഞാൻ ഇതിലേക്ക് വെള്ളം എടുക്കുന്നത്. വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് നല്ല രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് വേവിപ്പിച്ചാൽ മതി. ഏകദേശം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം. ഒരു ജാറിലേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊന്നിച്ച് തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 കപ്പ് വെള്ളം, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാണ്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. മാങ്ങയെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നിച്ച് തന്നെ 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. കറി ഇതുപോലെ തിളച്ച് വരുന്ന സമയം വരെക്കും നമ്മളൊരു തവി ഉപയോഗിച്ച് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒട്ടും പിരിഞ്ഞു പോകാണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള കറി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നല്ല രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം വരെക്കും നമ്മൾ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ലാസ്റ്റ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് താളിച്ച് ചേർക്കുന്നതാണ്. വെളിച്ചെണ്ണയിൽ കുറച്ച് സവാള, അതുപോലെ കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ താളിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതുപോലെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാവും. നമ്മൾ ഇതുപോലെ കറി റെഡിയാക്കിയതിന് ശേഷം ഒരു 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം ഇതുപോലെ തന്നെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയായത്. നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റും. സാധാരണ വെള്ളയപ്പം, പുട്ട്, അതുപോലെ ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു.